ആഹാ, മോളെവിടെ എന്തെടുക്കുവാ? ഞാൻ പഠിക്കായിരുന്നു മുത്തശ്ശ. മോളെ, ഞാനൊന്ന് ആശുപത്രി വരെ പോയിട്ട് വരാം. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് ഡോക്ടറോട് വിവരം പറയാം. വേണ്ട, എനിക്ക് ഡോക്ടറെ നേരിട്ടൊന്ന് കാണണം. വേഗം വരാം. മുത്തശ്ശ, സൂക്ഷിച്ചു പോണം. ശരി മോളെ. ഈ ശനിയാഴ്ച രേഖ വീട്ടിൽ പോകണം. എന്താ വിശേഷിച്ച്? വിശേഷമൊക്കെ പറയാം. വെറുതെ ശനിയാഴ്ച വീട്ടിൽ പോവുക, പിന്നെ തിങ്കളാഴ്ച തിരിച്ചു വരിക. ഒരു കാര്യമില്ല. ഞാൻ ചെന്നില്ലെങ്കിൽ മുത്തശ്ശി അന്വേഷിക്കില്ലേ? അടുത്ത ശനിയാഴ്ച എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത് രേഖ മറന്നു. ഐ എം സോറി മുരളി. അപ്പോ വലിയ ആഘോഷമൊക്കെ ഉണ്ടാവുമല്ലോ? ഉണ്ടാകും. ഒരേ ഒരു മകനല്ലേ, വീട്ടിൽ വലിയ ആഘോഷം സദ്യയൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ പോകുന്നില്ല. ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്റെ രേഖയോടൊപ്പം ആയിരിക്കും. ഹോസ്റ്റലിൽ നിന്ന് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കട്ടെ? ഓൺലി 2 മെമ്പേഴ്സ്, ഞാനും എന്റെ രേഖയും മാത്രം. എന്തിനാ മക്കളെ കിടന്ന് ഇങ്ങനെ കഴിയുന്നത്? നാളെ ഈ സമയത്ത് നല്ല റോസ്റ്റ് ആയിട്ട് പ്ലേറ്റ് കിടന്ന് ചിരിക്കേണ്ടതല്ലേ, കരയാതെ. എന്താ കുര്യപ്പള്ളി ചേട്ടാ, മലക്കറി കച്ചവടം തുടങ്ങാൻ പോവാണോ? കുര്യാപ്പള്ളിക്ക് നിന്ന് തിരിയാൻ സമയമില്ല, പിന്നെ എങ്ങനെയാ കച്ചവടം തുടങ്ങുന്നത്? പിന്നെ ഇതെല്ലാം എന്തിനാ? ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നാളെ സ്കോച്ചും പൊരിച്ച കോഴിയെല്ലാം ഒഴുകണ ദിവസാ, അറിഞ്ഞില്ലേ? നാളെ മുരളിക്കുഞ്ഞിന്റെ കല്യാണ നിശ്ചയമാ. രേഖ എന്തായി പറയുന്നത്? നാളെ കല്യാണ നിശ്ചയമാണല്ലേ? മൂന്നാറിലെ സമ്പന്നനായ കുരുമുളക് മുതലാളിയുടെ ഒരേ ഒരു മകൾ സുന്ദരി, സഹോദരൻ അമേരിക്കയിൽ, ഹയർ സ്റ്റഡീസിനുള്ള ഓഫർ. നീ അതങ്ങ് വിശ്വസിച്ചോ? അങ്ങനെ ഒരു ആലോചന വന്നു. ഞായറാഴ്ച അവര് കാണാൻ വരും. വന്ന് കണ്ടു പോട്ടെ. അവര് വന്നു എന്ന് കരുതി കല്യാണം നടക്കണമെന്നില്ലല്ലോ. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്നു കെട്ടുമ്പോഴും മുരളി ഇതേ ലാഘവത്തോടെ പറയും, നീ ഇത് വിശ്വസിക്കാണോ എന്ന്. ഞാൻ പറയുന്നത് ഇനിയും നിനക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാ ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. ഏറിയാൽ 2 വർഷം കൂടി നീ കാത്തിരിക്കേണ്ടി വരും. 2 വർഷമല്ല, എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാമായിരുന്നു. പക്ഷേ മുരളി, എനിക്ക് എന്റെ ഫ്യൂച്ചർ നോക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ ഭാവിയെ കുറിച്ച് മുരളി ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്ന് എന്റെ മുത്തശ്ശിന് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് മുരളിക്കറിയാമോ? എന്റെ അമ്മയുടെ അവിഹിത ഗർഭം ഇന്നൊരാവർത്തനം പോലെ വീണ്ടും. ഇല്ല ഇല്ല മുരളി, തന്ത ആരാണെന്നറിയാത്ത ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഉടനെ ഒരു ലേഡി ഡോക്ടറെ കാണാം. ഞങ്ങളുടെ ഹോസ്പിറ്റലാകുമ്പോൾ വേറെ ആരും അറിയുകയില്ല. മുരളി, ഇല്ല, മുരളി എന്നെ വിവാഹം കഴിക്കണം. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞേക്കാം, എനിക്കിപ്പം നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല. മുരളി, നിങ്ങളെ ഞാൻ വിടില്ല. നീ എന്നെ ഭീഷണിപ്പെടുത്തണം. കണ്ട പട്ടണങ്ങളൊക്കെ കറങ്ങി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് അവൾ എന്റെ നേരെ അവകാശം ഉന്നയിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ എന്താണ് വിളിച്ചത്? തേവിടിച്ചല്ലേ? ഞാനത് അർഹിക്കുന്നു. പക്ഷെ മുരളി ഒന്നോർത്തോ, എന്നെ പറഞ്ഞു മയക്കി ആ സ്നേഹവാക്കുകളിൽ വിശ്വസിച്ച് എന്നിലെ സ്ത്രീത്വം ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം സ്ഥാപിച്ചെടുക്കാൻ എനിക്കറിയാം. കാളിദാസന്റെ ശകുന്തളയല്ല ഞാൻ, ഈ കാലഘട്ടത്തിലെ പെൺകുട്ടിയാണ്. ഓർത്തോ? ഈ പുഴയുടെ പേരെന്താണെന്ന് നിനക്കറിയാമോ? തലവെട്ടിപ്പുഴ. എന്റെ അച്ഛനപ്പൂവന്മാർ അരിഞ്ഞു വീഴ്ത്തിയിരുന്ന തലകൾ ഒരു കാലത്ത് കായലിലേക്ക് ഒഴുകിയിരുന്നത് ഈ പുഴയിലൂടെയായിരുന്നു.
പാരമ്പര്യം തുടരട്ടെ. ഒരു ശവം കൂടി മാനഹാനി കൊണ്ടുള്ള ഒരു ആത്മഹത്യയാക്കി ഞാനിതിനെ മാറ്റിക്കൊള്ളാം. വേണ്ട, ഈ കൊലപാതകത്തിനും ഒരു തെളിവുകളും ഉണ്ടാവാൻ പാടില്ല. അപ്പോ പറഞ്ഞതുപോലെ 23-ാം തീയതി കല്യാണം. TDM ഹാള് ബുക്ക് ചെയ്തേക്കാം. ദേവസ്വത്തിൽ നിന്നുള്ള കല്യാണ ചീട്ട് തിങ്കളാഴ്ച തന്നെ കൊടുത്തേക്കാം. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാ, ഓടിക്കണം. കുട്ടിയുടെ പേര് ഇൻവിറ്റേഷന് രാജി എന്ന് അടിച്ചാൽ മതിയോ? അല്ല, അവളുടെ യഥാർത്ഥ പേര് രാജലക്ഷ്മി എന്നാ. രാജിന്ന് വീട്ടിൽ വിളിക്കുന്ന. അപ്പോ മുരളി വിത്ത് രാജലക്ഷ്മി അല്ലേ? അല്ല, മുരളി വിത്ത് രേഖ. ഏതായി പെൺകുട്ടി? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവളെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്നോ? ഞാൻ വരേണ്ട മുഹൂർത്തം ഇതാണ്. ഈ മുഹൂർത്തം തെറ്റിയാൽ എന്റെ ജീവിതത്തിന്റെ താളം തെറ്റും. കുര്യാപ്പള്ളി, എന്തോ ഇവളെ പിടിച്ച് പുറത്താക്ക. പുറത്തു പോകാം, പക്ഷേ നിങ്ങൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ മുരളിയും ഞാനും തമ്മിലുള്ള വിവാഹം നടത്തണം. എന്റെ മകൻ ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണോടി ചേറ്റേ? അതെ, ചടങ്ങുകൊണ്ട് ഞങ്ങൾ വിവാഹിതരായില്ലെങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ പരസ്പരം വരിച്ചവരാണ്. ഞാൻ ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ മുരളിയാണ്. എന്താ പണിക്കരേ ഇത്? ഇല്ല, ഈ വിവാഹം നടക്കാൻ പാടില്ല. എന്നെ വഞ്ചിച്ചുകൊണ്ടാണ് മുരളി മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നത്. കണ്ടിടത്തൊക്കെ തെണ്ടി നടന്ന് വയറ്റിലുണ്ടാക്കിയിട്ട് കെട്ടിഴമയാകാൻ വന്നിരിക്കുന്നു. ഓടിയാണ്. പണിക്കരേ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് വിവരം അറിയിക്കാം.